ഹായ് മക്കളെ, നമസ്കാരം. ആതിര മിസ് ആണ് കേട്ടോ. എടാ, നമുക്കിതാ എക്സാം ആയി അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനിരിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മൾ എന്തായാലും എക്സാമിലേക്ക് എന്തായാലും സെറ്റ് ആക്കിയിട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ വരാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മക്കളെ പ്രിഡിക്ഷൻ ആയിട്ടാണ് അല്ലേ? നമ്മളെ കേരള പാഠാവലിയിലെ പ്രിഡിക്ഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളത് കേൾക്കാൻ വേണ്ടി സെറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ മിസ്സിൻ്റെ ഈ വീഡിയോൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു ഉഷാറോട് കൂടി തന്നെ നല്ല സ്മാർട്ടായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ വേണ്ടത്? യെസ്, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. പിന്നെ മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ കുറിച്ചുള്ളതും അതേപോലെ തന്നെ മിസ്സിൻ്റെ ഓരോ വീഡിയോസിൻ്റെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ പ്രഡിക്ഷനിലേക്ക് പോകാം. യെസ് മക്കളെ, നിങ്ങൾ പഠിക്കേണ്ടത് ആകെ ഇത്ര പ്രവർത്തനങ്ങൾ മാത്രമാണ്. യെസ്, എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നോരോന്ന് പോവാം. വർണ്ണന. എടാ, വർണ്ണന എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം വർണ്ണിച്ചെഴുതുന്നതിനെയാണ് വർണ്ണന എന്ന് പറയുന്നത് അല്ലേ? അപ്പം നിങ്ങളോട് എന്തിനെങ്കിലും കുറിച്ച് വർണ്ണിച്ചെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മിസ് എക്സാമ്പിളായിട്ട് പറയാണ്, ഒരു മരം. ആ മരത്തിനെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അടിപൊളിയാക്കി എഴുതാൻ പറ്റും ആ രീതിയിൽ നല്ല അടിപൊളിയാക്കി എഴുതുക. അത്രയേ ഉള്ളൂ വർണ്ണന എഴുതാൻ. ഓക്കെ, അത് ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടുത്തത് കുറിപ്പാണ്. നിങ്ങളോട് എന്തിനെങ്കിലും കുറിച്ച് കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ അതും ഇതേപോലെ തന്നെ കുറച്ചാക്കി എഴുതാൻ മതി, വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെയോ വിശകലനക്കുറിപ്പ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. എങ്ങനെയാണ് വിശകലനക്കുറിപ്പ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ അല്ലേ? വിശകലനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഒക്കെ മിസ് പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ നല്ല സ്മാർട്ടായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ആസ്വാദനക്കുറിപ്പ് അതൊരു പദ്യഭാഗത്തിൻ്റെതായിരിക്കാം, ഗദ്യഭാഗത്തിൻ്റെതായിരിക്കാം. എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാലോ? അപ്പോൾ നന്നായിട്ട് എഴുതിക്കോളാം കേട്ടോ. പിന്നെ താരതമ്യക്കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ രണ്ട് സംഭവങ്ങൾ തരും, രണ്ട് കവിതകളായിരിക്കും. അപ്പം അതിനെ രണ്ടും തമ്മിലുള്ള താരതമ്യം ചെയ്യുക, രണ്ടും വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് രണ്ടും തമ്മിലുള്ള സാമ്യം ഒക്കെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്തത് ഉപന്യാസമാണ്. ഉപന്യാസം എഴുതുമ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ചാൽ ആ വിഷയം തലക്കെട്ടായിട്ട് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഉപന്യാസം ഖണ്ഡികയായിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്തേണ്ടത്, ഉപന്യാസം തയ്യാറാക്കേണ്ടത്. നല്ല വൃത്തിയിൽ ഓവർ വലിച്ചു നീട്ടാതെ അത്യാവശ്യം ഉള്ള രീതിയിൽ എഴുതണം കേട്ടോ. അടുത്തത് ജീവചരിത്രക്കുറിപ്പ് എഴുതണമെങ്കിൽ നമുക്ക് ആ ഒരാളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ജീവചരിത്രക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുന്നതിനെയാണ് ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ജീവചരിത്രക്കുറിപ്പ് ആ രീതിയിൽ എഴുതുക കേട്ടോ. അത് ആരും ആയിരിക്കാം. നമ്മൾ ഒരുപാട് ആൾക്കാരെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ പാഠം പഠിക്കുമ്പോഴും ആ പാഠഭാഗം ആരുടേതാണെന്ന് വെച്ചാൽ അവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് കഥാപാത്ര നിരൂപണം എഴുതണമെങ്കിൽ നമുക്ക് കഥാപാത്രങ്ങളെ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? മിസ് എപ്പോഴും പറയുന്നത് എന്താണ്? എല്ലാ കഥ വായിക്കുമ്പോഴും ഏതൊരു പാഠം വായിക്കുമ്പോഴും അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് സ്വഭാവ സവിശേഷതകൾ, എല്ലാ രൂപം ഭാവം എല്ലാ സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അഭിപ്രായക്കുറിപ്പ്. നമുക്ക് ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. യെസ്, നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താണോ തന്നതെന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കഴിഞ്ഞാൽ അഭിപ്രായക്കുറിപ്പ് സെറ്റാണ്. അടുത്തത് ദൃക്സാക്ഷി വിവരണം എന്താണ്? നമ്മൾ നേരിട്ട് കാണുന്ന സംഭവം. ദൃക്സാക്ഷി, നമ്മൾ അതിനൊരു സാക്ഷിയാണ് അല്ലേ? അപ്പം ആ കാണുന്ന സംഭവം നിങ്ങൾ എഴുതുന്നതിനെയാണ്, കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് എഴുതുന്നതിനെയാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് മക്കളെ. അപ്പം നന്നായിട്ട് പഠിച്ച് സെറ്റാക്കി വെച്ച് പൊക്കോളൂ. ഈ എക്സാം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല സ്മാർട്ടായിട്ട് ഹാപ്പി ആയിട്ട് കൂളായിട്ട് പോയി എഴുതി വരാം. അപ്പം നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം അല്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.